ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഏമീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു സ്ഥലം വരെ പോവാം കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് ദേ കാറിൽ ഓടിക്കയറിയിരുന്നു കേട്ടോ. വേറെ എവിടെ അല്ല കേട്ടോ ഫ്രണ്ട്സ്, ഞങ്ങൾ പോകുന്നത് കള്ള് ഗായ്സ്. ബോച്ചയുടെ കള്ള് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതാ കയറി വരുമ്പോഴേക്കും നമ്മുടെ ബോച്ച ഓടാൻ പോകുന്ന പോലെ ഒരു പ്രതിമയുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അത് ഫ്രണ്ടിൽ തന്നെയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉൾഭാഗത്ത് പോകുമ്പോഴേക്കും വേറൊരു ബോച്ചയുണ്ട്. അമ്മയും അമ്മായിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഉൾഭാഗമാണ് ഇത്. നല്ല ഭംഗിയാണ് കേട്ടോ ഉൾഭാഗം കാണാൻ. ഇതൊക്കെ ഫുഡ് കോർട്ടാണ്. അപ്പോൾ സൈഡിൽ തന്നെ ചെറിയ റാബിറ്റുകൾ ഉണ്ടായിരുന്നു. ഇതെൻ്റെ കസിൻ ചേച്ചിയാണ്, സ്വന്തം ചേച്ചി, എല്ലാവരും ഉണ്ട്. പിള്ളേരാണെങ്കിൽ ഇതാ സ്ലൈഡിങ് കാണുമ്പോൾ തന്നെ അവർ ടാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞ് അവരവരുടെ പാട്ടിലോട്ട് പോയിട്ട് ഗൈസ്. അപ്പോൾ ഞങ്ങളിതാ കുറച്ച് നേരം ഊനാലൊക്കെ ആടി പയ്യെ റിലാക്സൊക്കെ ചെയ്ത് ഇരിക്കാണ്ടോ. അപ്പോൾ ഞാൻ ദാ അതിൻ്റെ ഉള്ളിലോട്ട് കയറി. അവിടെ നല്ല രസമായിരുന്നു, പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബോച്ചയുടെ വീഡിയോ ഒക്കെ അവർ പോസ്റ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. നല്ല രസമാണ് കേട്ടോ. അതേ ഉണ്ണിമാളി ഇരുന്ന് കളിയാണേ. അത് കഴിഞ്ഞതാ ഈ സ്ഥലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ബോട്ടിങ്ങും അതുപോലെ തന്നെ നമുക്ക് മീനൊക്കെ ചൂണ്ടയിട്ട് പിടിക്കാൻ പറ്റും. ആ കിട്ടുന്ന മീൻ അവർ അപ്പം തന്നെ നമുക്ക് ഇഷ്ടാനുസരണം ഫ്രൈയോ കറിയോ വെച്ച് തരുന്നതാണ്. പക്ഷേ മീൻ കിട്ടണം, അത് വേറൊരു കാര്യമാണ്. അപ്പം ഞങ്ങളിത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി കേട്ടോ. ഞങ്ങൾ കഴിക്കാനിരുന്നത് ഈ ഭാഗത്താണ്. ഇവിടെയും നല്ല രസം കേട്ടോ, പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ വന്നു. ഫുഡിന് ഇന്ന് കഴിക്കാൻ വെള്ളയപ്പം ഉണ്ടായിരുന്നു, കള്ളയപ്പം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പൊറോട്ടയും പാൽക്കപ്പയും ബീഫ് കറിയും ചിക്കൻ കറിയും കൂന്തൽ റോസ്റ്റും മീൻ ഫ്രൈയും ചെമ്മീൻ റോസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, വിത്ത് കള്ളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിച്ചത് പാൽക്കപ്പയാണ് കേട്ടോ. എനിക്കത് ഇഷ്ടമായി. അതാണ് എനിക്ക് അത്യാവശ്യം ഇഷ്ടമായത്. ബാക്കിയൊന്നും അത്ര ഇതായിട്ട് എനിക്ക് തോന്നിയില്ല. അത് കഴിഞ്ഞിട്ട് ആ കുട്ടികളൊക്കെ അത് ഈ ജമ്പേണ് സാധനം ഉണ്ടല്ലോ, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, അതിലിരുന്ന് ഭയങ്കര ചാട്ടമായിരുന്നു. അപ്പോൾ അത് ഏമിക്കുട്ടിയാണെങ്കിൽ ചേച്ചിയുടെയും ചേട്ടൻ്റെ ചാട്ടം കണ്ടിട്ട് അവൾക്ക് ചിരി സഹിക്കാൻ പറ്റുള്ളൂ. അവൾക്ക് സന്തോഷം കൊണ്ടിട്ട് അവളിരുന്ന് തുള്ളിച്ചാടുമായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ, കുട്ടികളൊക്കെ എൻജോയ് ചെയ്തു. അപ്പോൾ ഞങ്ങളിത് അതൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. അതെ, നമുക്ക് കുട്ടികളായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒട്ടും ബോറടിക്കില്ല, കാരണം നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് പതിയെ ഇറങ്ങി രാത്രി അവിടെ ലൈറ്റും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നേരെ ഇനി വീട്ടിലോട്ടാണ്. അപ്പോൾ എല്ലാവരും വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരാം. നല്ല രസമാണ് കേട്ടോ. കുറച്ച് നേരം നമുക്ക് കസിൻസ് കഴിഞ്ഞിട്ടൊക്കെ വൈബ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ